കൂടെ നിന്ന് ചതിക്കുന്ന ആളുകളെക്കുറിച്ച്, അത്തരം സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് വിശദമായി നമ്മൾ സംസാരിക്കുന്നത്. കൂടെ നിന്ന് ചതിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. ചതി എന്നാൽ വിശ്വാസത്തെയും ആത്മാർത്ഥതയെയും വഞ്ചിക്കുക എന്നതാണ്. ഏറ്റവും വിശ്വസ്തരെന്ന് കരുതിയ ആളുകൾ തന്നെ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസികാഘാതം വളരെ വലുതാണ്. ചതിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇരട്ടത്താപ്പ്: നിങ്ങളുടെ മുന്നിൽ വളരെ നല്ല രീതിയിൽ പെരുമാറുകയും നിങ്ങളില്ലാത്തപ്പോൾ മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിക്കുകയും ചെയ്യുക. അസൂയയും കുശുമ്പും: നിങ്ങളുടെ വിജയങ്ങളിലും നേട്ടങ്ങളിലും ആത്മാർത്ഥമായി സന്തോഷിക്കാതിരിക്കുക. പകരം അതിൽ അസൂയപ്പെടുകയും നിങ്ങളെ തളർത്താൻ ശ്രമിക്കുകയും ചെയ്യുക. രഹസ്യങ്ങൾ വെളിപ്പെടുത്തുക: നിങ്ങൾ വിശ്വസിച്ച് പറഞ്ഞ വ്യക്തിപരമായ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു പരത്തുക. നേട്ടങ്ങൾ തട്ടിയെടുക്കുക: നിങ്ങൾ ചെയ്ത ജോലിയുടെയോ പരിശ്രമത്തിൻ്റെയോ ക്രെഡിറ്റ് സ്വന്തമാക്കാൻ ശ്രമിക്കുക. നിങ്ങളെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ കൊടുക്കാൻ വേണ്ടി കള്ളസാക്ഷ്യം പറയുക. ആവശ്യത്തിന് മാത്രം കൂടെ നിൽക്കുക: സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം നിങ്ങളുമായി ബന്ധം നിലനിർത്തുക. ഇതുവഴി നമുക്കുണ്ടാകുന്ന മാനസികമായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ചതി ചെയ്യുമ്പോൾ അത് വ്യക്തിയിൽ ഉണ്ടാക്കുന്ന മുറിവുകൾ വളരെ ആഴത്തിലുള്ളതാണ്. വിശ്വാസം നഷ്ടപ്പെടും. മറ്റുള്ളവരിൽ വിശ്വാസം അർപ്പിക്കാനുള്ള കഴിവ് കുറയുന്നു. ആരും കൂടെയില്ലെന്ന തോന്നലും ഒറ്റപ്പെടലും നമുക്ക് അനുഭവപ്പെടാം. മാനസിക പിരിമുറുക്കവും വിഷാദവും ഉത്കണ്ഠയും ഉണ്ടാകാം. ഞാൻ മോശമായതുകൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചത് എന്ന് സ്വയം പഴിചാരലുണ്ടാകാം. ഇങ്ങനെ ആത്മാഭിമാനം കുറയാനുള്ള സാധ്യതയൊക്കെ ചതി മൂലം നമുക്കുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇനി ഇതിന് എന്തൊക്കെയാണ് നമുക്ക് പരിഹാരങ്ങളെന്ന് നോക്കാം. ചതിക്കപ്പെട്ട സാഹചര്യത്തിൽ സ്വയം സംരക്ഷിക്കാനും മുന്നോട്ട് പോകാനും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. യാഥാർത്ഥ്യം അംഗീകരിക്കുക. സംഭവിച്ചത് തിരിച്ചറിയുക. നിങ്ങളെ ചതിച്ചുവെന്ന സത്യം അംഗീകരിക്കുക. വേദനയുണ്ടാകുമെങ്കിലും സത്യം മനസ്സിലാക്കിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. ഒരിക്കലും ചോദ്യം ചെയ്യരുത്. എന്തിനാണ് അവർ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ച് സമയം കളയാതിരിക്കുക. അവരുടെ പെരുമാറ്റം അവരുടെ സ്വഭാവമാണ്, അത് നിങ്ങളുടെ കുറവല്ല. അകലം പാലിക്കുക. ചതിച്ച വ്യക്തിയുമായി എത്രയും പെട്ടെന്ന് വൈകാരികവും സാധ്യമെങ്കിൽ ശാരീരികവുമായ അകലം പാലിക്കുക. അതിർത്തികൾ സ്ഥാപിക്കുക. ആ വ്യക്തിയുമായി ബന്ധം തുടരേണ്ടി വന്നാൽ ഒരു നിശ്ചിത പരിധി വെക്കുക. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ അവരോട് സംസാരിക്കുക. വിവരങ്ങൾ പങ്കുവെക്കരുത്. നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളോ പദ്ധതികളോ രഹസ്യങ്ങളോ അവരുമായി പങ്കുവെക്കുന്നത് പൂർണ്ണമായും നമ്മൾ ഒഴിവാക്കുക. തിരിച്ചറിയാനുള്ള കഴിവിനെ വർദ്ധിപ്പിക്കുക. പുതിയ സൗഹൃദങ്ങളിൽ വളരെ വേഗം വിശ്വസിക്കാതെ അവരെ മനസ്സിലാക്കാൻ കൂടുതൽ സമയമെടുക്കുക. വിശ്വസിക്കുക, പക്ഷേ പരിശോധിക്കുക എന്ന തത്വം പാലിക്കുക. സ്വയം ശ്രദ്ധിക്കുക. വിശ്വാസ്യതയുള്ളവരുമായി സംസാരിക്കുക. വിശ്വസ്തരായ സുഹൃത്തുക്കളോടോ കുടുംബാംഗങ്ങളോടോ അല്ലെങ്കിൽ ഒരു കൗൺസിലറോടോ നിങ്ങളുടെ വിഷമങ്ങൾ തുറന്നു സംസാരിക്കുന്നത് മനസ്സിന് ആശ്വാസം നൽകും. വികാരങ്ങൾ പ്രകടിപ്പിക്കുക. സങ്കടം, ദേഷ്യം, നിരാശ തുടങ്ങിയ വികാരങ്ങളെ അടക്കി വെക്കാതെ ആരോഗ്യപരമായ രീതിയിൽ പുറത്തുവിടുക. പോസിറ്റീവ് ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക. ആത്മാർത്ഥമായി സ്നേഹിക്കുകയും പിന്തുണക്കുകയും ചെയ്യുന്നവരുമായി കൂടുതൽ സമയം ചെലവഴിക്കുക. പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുക. അനുഭവത്തിൽ നിന്ന് പഠിക്കുക. ഈ സംഭവം നിങ്ങൾക്ക് എങ്ങനെ കൂടുതൽ കരുത്തുള്ളവനാകാൻ സഹായിക്കുമെന്ന് ചിന്തിക്കുക. ഇനി ആരെയൊക്കെ വിശ്വസിക്കണം എന്നതിനെക്കുറിച്ച് ഒരു പാഠമായി ഇതിനെ കാണുക. ക്ഷമിക്കുക, മറക്കുക എന്നല്ല. അവർക്ക് ക്ഷമ കൊടുക്കുന്നത് അവർക്ക് വേണ്ടിയല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സിന് ശാന്തി ലഭിക്കാൻ വേണ്ടിയാണ്. പകയുടെ ഭാരം ചുമക്കുന്നത് നിങ്ങൾക്ക് തന്നെ ദോഷകരമാണ്. പുതിയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഹോബികളിലോ ജോലികളിലോ പുതിയ ലക്ഷ്യങ്ങളിലോ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഴയ കാര്യങ്ങളിൽ നിന്ന് മനസ്സിനെ മാറ്റുക. ഓർക്കുക, മറ്റൊരാളുടെ ചതി നിങ്ങളുടെ വില കുറക്കുന്നില്ല. നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നതിൻ്റെയും വിശ്വസിച്ചിരുന്നതിൻ്റെയും തെളിവാണ് ആ വേദന. ഈ അനുഭവങ്ങളിൽ നിന്ന് ശക്തി സംഭരിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കുന്നതാണ്.